വെൽക്കം ബാക്ക് ടു സ്പൈസസ് ആൻഡ് ഫ്ലേവേഴ്സ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തലശ്ശേരി സ്പെഷ്യൽ ബൺ നിറച്ചതാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യമേ നമുക്ക് ബണ്ണിൻ്റെ ഫില്ലിങ്ങിന് ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ റോ സ്മെല്ല് പോകുന്നവരെ നന്നായി വഴറ്റിയെടുത്ത ശേഷം നമുക്കതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഇവിടെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ ഞാനിവിടെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളുടെ റോ സ്മെല്ലൊക്കെ പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ടൊമാറ്റോ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഈ ടൊമാറ്റോ നമുക്ക് നന്നായിട്ട് സോഫ്റ്റായി കിട്ടണം, അതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. തലശ്ശേരിക്കാരുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കാണിത്. ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത് ഒരു 7 വർഷമൊക്കെ മുന്നേ ഞാൻ ഈ ഷാർജയിൽ വന്ന സമയത്ത് എൻ്റെ നൈബർ ഉണ്ടാക്കി തന്നപ്പോഴാണ്. ഈ ബണ്ണ് നമുക്ക് കാണുമ്പോൾ അതിനകത്ത് ഫില്ലിംഗ് ഉള്ളത് നമുക്ക് മനസ്സിലാവില്ല. അന്ന് എനിക്ക് ആദ്യമായിട്ട് ഇത് കഴിച്ചപ്പോൾ ശരിക്കും പറയാച്ച സർപ്രൈസ് ആയിരുന്നു. ഈ ബണ്ണിനകത്ത് ഫില്ലിംഗ് ഉള്ളത് നമുക്ക് ഒട്ടും മനസ്സിലാവില്ല. ഇതെങ്ങനെയാണ് ഇതിനകത്ത് ഈ ഫില്ലിംഗ് നിറച്ചതെന്ന് നമുക്ക് തോന്നിപ്പോകും. പിന്നെ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാനിതിൻ്റെ ഫില്ലിങ്ങും അതുപോലെ തന്നെ റെസിപ്പിയൊക്കെ മനസ്സിലാക്കിയത്. അപ്പോൾ ഇതുവരെ നിങ്ങളിത് കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഇപ്പോൾ 3 ബണ്ണാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമുക്കിനി ഇതെങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ബാക്കിയുള്ള ബണ്ണ് കൂടെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മളിനി ഫില്ലിങ് നിറയ്ക്കുന്നത്. അപ്പോൾ നമുക്കിനി ഫില്ലിങ് നിറയ്ക്കാൻ തുടങ്ങാം. 1 ടേബിൾ സ്പൂൺ മസാല നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മസാല മാത്രം നിറച്ചാൽ മതി, ഒരുപാടൊന്നും നിറയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിതിലേക്ക് ഒരു ബോയിൽ ചെയ്ത എഗ്ഗിൻ്റെ 1/2 പീസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ബോയിൽ ചെയ്ത എഗ്ഗിന്റെ 1/2 പീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പൊ ഇത് നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് കവർ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഇതുപോലൊരു എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിന്റെ പീസ് എടുത്തിട്ട് ജസ്റ്റ് ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാത്തിൻ്റെ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിന്റെ സൈഡിലൊക്കെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം നമുക്കിത് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ദോശക്കല്ലോ പാനോ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ബണ്ണ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഈ ബണ്ണ് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല ഇതിനകത്ത് ഫില്ലിങ് നിറച്ചിട്ടുണ്ടെന്ന്. ഇപ്പം നമ്മുടെ ബണ്ണ് നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. മൂന്ന് ബണ്ണും ഇതുപോലെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബണ്ണ് നിറച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.